ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മെയ്ഡ് കോഡ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 CPC ഫെബ്രുവരി മന്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പം ഇതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ നിന്നും വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Jonathan had a skin cancer. He consulted a dermatologist, John. Dermatologist took an punch biopsy of the new lesion and sent it for pathology. What is the correct code number for this procedure? Okay, സിമ്പിൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. 4 ഓപ്ഷൻസും അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് CPC എക്സാമിന് ഏറ്റവും വേണ്ടത് ടൈമിംഗ് ആണല്ലേ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഡെർമറ്റോളജിസ്റ്റ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പഞ്ച് ബയോപ്സി ആണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലേ, ഓഫ് ദി ന്യൂ ലീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ലീഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഞ്ച് ബയോപ്സി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓപ്ഷൻസിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? 11102 ആണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, അപ്പം 11102 എന്താ പറയുന്നത്? ടാൻജനൈറ്റൽ ബയോപ്സി ഓഫ് സ്കിൻ ആണ് അല്ലേ. എക്സാമ്പിൾ ഷേവ്, സ്കൂപ്സ്, സോസറൈസ്, ക്യൂററ്റ്, സിംഗിൾ ലീഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. ഓപ്ഷൻ എ നമ്മുടെ റോങ് ആൻസർ ആണ്. കാരണം അതിനകത്ത് പറയുന്നത് ടാൻജനൈറ്റൽ ബയോപ്സി ഓഫ് സ്കിൻ ആണ് പറയുന്നത്. നമ്മൾക്കിവിടെ അതാണോ വേണ്ടത്? അല്ല, നമ്മൾക്കിവിടെ വേണ്ടത് പഞ്ച് ബയോപ്സി ആണ് അല്ലേ. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം, അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അടുത്ത ഓപ്ഷനാണ് 11103 എന്ന് പറയുന്നത് ഓപ്ഷൻ അല്ലേ. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോളൂ, അതൊരു ആഡ് ഓൺ കോഡാണ് അല്ലേ. ഒരിക്കലും ഒരു ആഡ് ഓൺ കോഡ് നമ്മൾ സിംഗിൾ കോഡ് പോലെ കൊടുക്കത്തില്ല അല്ലേ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി എന്ന് പറയുന്നതും എന്താണ്? തെറ്റാണ് അല്ലേ. അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതായത് അത് ടാൻജനൈറ്റൽ ബയോപ്സിയുടെ ആഡ് ഓൺ കോഡാണ്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓപ്ഷൻ സി നോക്കിക്കേ, 11104 ആണ് നമ്മുടെ കോഡ്. അതെന്താണ്? പഞ്ച് ബയോപ്സി ഓഫ് സ്കിൻ ഇൻക്ലൂഡിങ് സിമ്പിൾ ക്ലോഷർ വെൻ പെർഫോമഡ് സിംഗിൾ ലീഷൻ. ഓക്കെ, അപ്പം അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് പറയുന്നത് പഞ്ച് ബയോപ്സി തന്നെയാണ് അല്ലേ. നമ്മൾക്ക് വേണ്ടത് എന്താണ്? പഞ്ച് ബയോപ്സി തന്നെയാണ് അല്ലേ. അപ്പം അത് നമ്മുടെ കറക്റ്റ് ആൻസർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. കൂടെ തന്നെ ഓപ്ഷൻ ഡി ഒന്ന് നോക്കിക്കേ, അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കോഡ് തന്നെയാണ് വന്നിട്ടുള്ളത്, 11104. ഓക്കെ, അതിൻ്റെ 2 കോഡ്സ് സെയിം ആണ്. അപ്പം അതിൽ ഓപ്ഷൻ ഡിയിൽ 12002 എന്ന് പറയുന്ന ഒരു കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്താ? അത് സിമ്പിൾ ക്ലോഷറിൻ്റെ ഒരു കോഡാണ്. നമുക്കത് ഇതിനകത്ത് പറയുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അതൊന്നും പറയുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് എന്താണ്? പഞ്ച് ബയോപ്സി ഓഫ് ദി ന്യൂ ലീഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പഞ്ച് ബയോപ്സി ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ? Question number 2. Physician completed Mohs surgery on Ralph's left arm. She reported routine stains on all slides, mapping and color coding of specimens. The procedure was accomplished in 3 stages with a total of 7 blocks in the second stage. What is the correct code for this procedure? Okay, ഇത് Mohs surgery റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്താ പറയുന്നത്? Mohs സർജറി ചെയ്തു എന്ന് പറയുന്നുണ്ട്. എവിടെയാണ്? ലെഫ്റ്റ് ആമിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് മനസ്സിലായി Mohs സർജറി ആണ്, ലെഫ്റ്റ് ആമിലാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അനാട്ടമിക്കൽ സൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും അങ്ങനെ 4 ഓപ്ഷൻസിലും 2 കോഡ്സാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. 17313ഉം 17311ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ പെട്ടെന്ന് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ലെഫ്റ്റ് ആം എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 17313 എന്ന് പറയുന്ന ഓപ്ഷൻ എ ഒന്ന് എടുത്ത് നോക്കിക്കേ. അതിനകത്ത് എന്താ പറയുന്നത്? മോക്ക് മൈക്രോഗ്രാഫിക് ടെക്നിക് ഇൻക്ലൂഡിങ് റിമൂവൽ ഓഫ് ഓൾ ഗ്രോസ് ട്യൂമർ, സർജിക്കൽ എക്സിഷൻ ഓഫ് ടിഷ്യൂ. നമുക്കതൊന്നും വേണ്ട. അവസാനം നോക്കിക്കേ, ഓഫ് ദ ട്രങ്ക്, ആംസ് ഓർ ലെഗ്സ്, ഫസ്റ്റ് സ്റ്റേജ് അപ് ടു 5 ടിഷ്യൂ ബ്ലോക്ക്. അതിനകത്ത് നമ്മുടെ ആം എന്ന് പറയുന്നത് അനാട്ടമിക്കൽ സൈറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത്, പ്രൈമറി കോഡ് എന്ന് പറയുന്നത് 17313 ആണ്. നമ്മുടെ ആം അവിടെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും ഒക്കെ എലിമിനേറ്റ് ചെയ്യാം.
എയും സിയിലും 17313 എന്ന് പറയുന്നത് പ്രൈമറി കോഡായിട്ട് കിടപ്പുണ്ട്. അത് കറക്റ്റാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് വരുന്ന ടിഷ്യൂ ബ്ലോക്കാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? ദ പ്രൊസീജിയർ വാസ് അക്കംപ്ലിഷ്ഡ് ഇൻ 3 സ്റ്റേജസ്. 3 സ്റ്റേജായിട്ടാണ് പ്രൊസീജിയർ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ടോട്ടൽ 7 ബ്ലോക്കാണുള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഏതിലാണ്? സെക്കൻഡ് സ്റ്റേജിൽ 7 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ എയിൽ നോക്കിക്കേ, അതിൽ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്, പക്ഷേ അതിനകത്ത് 7 ബ്ലോക്ക് വരുന്നുണ്ടോ? 17314 എന്ന് പറയുന്ന കോഡുണ്ട്. അതിനകത്ത് 7 എന്താ പറഞ്ഞേക്കുന്നത്? 7 ബ്ലോക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനകത്ത് വെറും 5 മാത്രമേ ഉള്ളൂ അല്ലേ. 314ൽ 5 ഉള്ളൂ. ഇനി നിങ്ങൾ, അപ്പോൾ നമുക്ക് മനസ്സിലായി അത് തെറ്റാണ് എന്ന്. ഇനി നിങ്ങളൊന്ന് ഓപ്ഷൻ സി ഒന്ന് നോക്കിക്കേ. അതിനകത്ത് എന്താ 17313 കറക്റ്റ് കോഡാണ്. അതുപോലെ 17314 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് 7 ബ്ലോക്ക് ഉണ്ടെന്ന് അല്ലേ. 17314 എന്ന് പറയുന്നത് 5 ടിഷ്യൂ ബ്ലോക്കാണ്. ഇൻറ്റു 2 കൂടെ കൊടുക്കുമ്പം 6, 7. ഓക്കെ, അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ 7 ബ്ലോക്കുകൾ അവിടെ വരുന്നുണ്ട്. ഒന്നും നോക്കണ്ട, അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന്. ഓക്കെ, അപ്പം ആൻസർ കിട്ടി. എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്താണെങ്കിലും ഒന്നും നോക്കാതെ തന്നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് സെക്കൻഡ് സ്റ്റേജിൽ 7 ടിഷ്യൂ ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് നമുക്ക് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സെക്കൻഡ് സ്റ്റേജ് ഡയറക്റ്റായിട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് അതിനകത്ത് നമുക്ക് നോക്കാം 7 ടിഷ്യൂ ബ്ലോക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട്, അതുപോലെ അനാറ്റോമിക്കൽ സൈറ്റ് വെച്ചിട്ടുമാണ് നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. Question number 3. The physician abraded 12 keratosis on a patient's chest. Which of the following should the code professional assign in order to ensure appropriate reimbursement? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫിസിഷ്യൻ അബ്രേഡ് ചെയ്തു, അതായത് 12 കെരാട്ടോസിസ് പേഷ്യൻ്റ് ചെസ്റ്റിൽ നിന്നും അബ്രേഡ് ചെയ്തു അല്ലെങ്കിൽ അബ്രേഷൻ ചെയ്തു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? 17000 എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതിനകത്ത് ഡിസ്ട്രക്ഷൻ, എക്സാമ്പിൾ ലേസർ സർജറി, ഇലക്ട്രോ സർജറി, ക്രയോ സർജറി, കീമോ സർജറി, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, പ്രീ മാലിഗ്നൻ ലീഷൻ, എക്സാമ്പിൾ ആക്ടിനിക് കെറോസിസ്, ഫസ്റ്റ് ലീഷൻ, അതാണ് കോഡിൽ പറയുന്നത്. നമുക്കിതിനകത്ത് ഡിസ്ട്രക്ഷൻ വല്ലതും പറയുന്നുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ് അല്ലേ. ഇതിനകത്ത് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നില്ല, അതുപോലെ ബിനൈനാന്ന് പറയുന്നില്ല, പ്രീമാലിഗ്നൻ ലീഷൻ ഒന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ടും കൂട്ടി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം, കാരണം രണ്ടും സെയിം കോഡാണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻ എയും സിയും എലിമിനേറ്റ് ചെയ്യാം. ബാലൻസ് ഉള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ബിയും ഡിയും. ഇനി അതിനകത്ത് 2 കോഡും സെയിം തന്നെയാണ് അല്ലേ. പക്ഷേ ഓപ്ഷൻ ഡിയിൽ മൾട്ടിപ്പിൾ 3 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ 3 എന്ന് വന്നേ? 3 ടൈംസ് അതിൻ്റെ ഇരട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം നമുക്ക് കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 15786 എന്ന് പറയുന്നത് കറക്റ്റാണോ? അബ്രേഷൻ, സിംഗിൾ ലീഷൻ, എക്സാമ്പിൾ കെരാട്ടോസിസ്, സ്കാർ, കറക്റ്റാണ് അല്ലേ. നമുക്ക് അബ്രേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് സിംഗിൾ ലീഷനാണ്, കൂടെ ആഡ് ഓൺ കോഡാണ് 787 എന്ന് പറയുന്ന ആഡ് ഓൺ കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ബിയിൽ കറക്റ്റ് നമ്പർ നമുക്ക് കിട്ടുന്നില്ല അല്ലേ. 12 കെരാട്ടോസിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓപ്ഷൻ ബി ഒന്ന് നോക്കിക്കേ. അതിനകത്ത് ഓപ്ഷൻ ബിയിൽ നമുക്ക് കിട്ടുന്നത് 5 ലീഷൻസ് മാത്രമാണ് അല്ലേ. 5 കെരാട്ടോസിസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? 12 എണ്ണം വേണം അല്ലേ. 12 കെരാട്ടോസിസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഒന്ന് നോക്കിക്കേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 15786, 15787 മൾട്ടിപ്പിൾ 3 അല്ല, ഇൻറ്റു 3 എന്താണ്? കറക്റ്റാണ് അല്ലേ. അതായത് അതിനകത്ത് എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ 3 എന്ന് പറയുമ്പം ഓരോ അഡീഷണൽ ലീഷനും 4 എണ്ണം വെച്ചിട്ട് അങ്ങനെ 3 എണ്ണം വരുന്നു. പിന്നെ പ്രൈമറി കോഡ് 15786 എന്ന് പറയുന്നത് വരുന്നു. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പം നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കെരാട്ടോസിസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാടിക്കയറി ഓപ്ഷൻ എക്ക് നമ്മൾ കോഡ് ചെയ്യും. ഓക്കെ, കാരണം അതിനകത്ത് ആക്ടിനിക് കെറോസിസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എക്സാമ്പിളിൽ. അതുകൊണ്ട് തന്നെ ചാടിക്കയറി കോഡ് ചെയ്യും പലരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, കാരണം ആ ഒരു കോഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ ഡിസ്ട്രക്ഷൻ ആണ് അല്ലേ. അപ്പം ഇതാണ് ഇതിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പറാണ് അല്ലേ. 12 കെരാട്ടോസിസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് നമ്പർ കറക്റ്റ് അല്ല അല്ലേ.
അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കോഡ് എടുക്കാനായിട്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, fourth question, select the correct CPT code for the following scenario: excision of a sacral pressure ulcer with skin flap closure and osteectomy. ഓക്കെ, അപ്പം ഇത് ഈസി ആണല്ലേ, നമുക്ക് ഒരു സ്കിനാരിയോ അവർ തന്നിട്ടുണ്ട്, അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള കോഡ് നമുക്ക് ചെക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 15935, എന്താണ് ആ കോഡിൽ പറയുന്നത്? എക്സിഷൻ സേക്രൽ പ്രഷർ അൾസർ വിത്ത് സ്കിൻ ഫ്ലാപ്പ് ക്ലോഷർ വിത്ത് ഓസ്റ്റിയക്ടമി. യെസ്, നമുക്ക് വേണ്ട കോഡ് അതാണ് അല്ലേ, നമ്മുടെ കറക്റ്റ് കോഡാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആൻസർ നിങ്ങളവിടെ മെൻഷൻ ചെയ്തോളൂ. ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്നും നോക്കിയിട്ട് ടൈം കളയരുത് എക്സാം സമയത്ത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നോക്കി അത്രയും സമയം പോവും, പിന്നെ കൺഫ്യൂഷൻ ആവും. വെറുതെ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ അത് വേഗം ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാലൻസ് ബിയും സിയും ഡിയും ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 15934 എന്ന് പറയുന്ന കോഡ് എന്തിൻ്റെയാണ്? എക്സിഷൻ സൈക്രൽ പ്രഷർ അൾസർ വിത്ത് സ്കിൻ ഫ്ലാപ്പ് ക്ലോഷർ, അത് മാത്രമുള്ളതാണ്. നമുക്കത് പോരാ അല്ലേ, ഓസ്റ്റിയക്ടമി കൂടെ വേണം. പിന്നെ ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 15933 ആണ്. അതും ഏകദേശം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, എക്സിഷൻ സൈക്രൽ പ്രഷർ അൾസർ വിത്ത് പ്രൈമറി സ്വിച്ച് വിത്ത് ഓസ്റ്റിയക്ടമി അല്ലേ, അതിനകത്ത് പ്രൈമറി സ്വിച്ചർ കൂടെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രൈമറി സ്വിച്ചർ ഒന്നും പറയുന്നില്ല, സ്കിൻ ഫ്ലാപ്പ് ക്ലോഷർ ആണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് നമ്മുടെ കറക്റ്റ് കോഡല്ല. പിന്നെയുള്ളത് 15931 ആണ്. അതെന്ന് പറയുന്നത് എക്സിഷൻ സേക്രൽ പ്രഷർ അൾസർ വിത്ത് പ്രൈമറി സ്വിച്ചർ. ഓക്കെ, അത് മാത്രം, പ്രൈമറി സ്വിച്ചർ മാത്രം ഉള്ളൊരു കോഡാണ്. അതായത് അതും നമ്മുടെ കറക്റ്റ് കോഡല്ല. നമ്മുടെ കറക്റ്റ് കോഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഫെബ്രുവരിയിലെ CPC ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. ഇൻ്റഗ്രമെൻ്ററി സിസ്റ്റത്തിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ CPCയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കോഡ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് നമുക്ക് നോക്കാം. മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിലെ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ 27-year-old present with right-sided thoracic myofascial pain. Total of 2 trigger points were injected with 2 muscles. What CPT code are reported for this procedure? Okay. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രിഗർ പോയിൻ്റ് ആണ്, അതുപോലെ എത്ര മസിൽസ് ആണ് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ടോട്ടൽ ഓഫ് 2 ട്രിഗർ പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ട്രിഗർ പോയിൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ 2 മസിൽസ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം വെച്ചിട്ട് നമുക്ക് കോഡ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 20553 ആണ് നമ്മുടെ കോഡ് വരുന്നത് അല്ലേ. 20553 എന്ന് പറയുമ്പം അതിനകത്ത് ഞാൻ മൊത്തത്തിൽ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നില്ല, അവസാനത്തെ മാത്രം ഞാൻ വായിച്ചു പോവാം കേട്ടോ. എന്നാൽ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 3 or more മസിൽസ് എന്നാണ്. നമുക്ക് വേണ്ടത് 2 മസിൽസ് ആണ്. അപ്പം ആ കോഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി നോക്കിക്കേ, 20552 എന്ന് പറയുന്ന കോഡ്. യെസ്, അതിനകത്ത് 1 or 2 മസിൽസ് എന്നാണ് കാണിക്കുന്നത് അല്ലേ. ഇഞ്ചക്ഷൻ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 1 or 2 മസിൽസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് എടുക്കാം അല്ലേ. നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിനകത്ത് 2 ട്രിഗർ പോയിൻറ്റ്സും പറയുന്നുണ്ട്, അതുപോലെ തന്നെ 2 മസിൽസും പറയുന്നുണ്ട്. അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, assign the appropriate CPT code for an arthroscopic partial medial meniscectomy of the left knee. Do not assign a modifier. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എയിൽ 29881 നമുക്ക് കോഡ് വായിക്കാം. ആർത്രോസ്കോപ്പി നീ സർജിക്കൽ
For infection, lavage and drainage with meniscectomy, medial or lateral, including any meniscal shaving, including debridement, shaving of articular cartilage, chondroplasty, same or separate compartment when performed. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആത്രോസ്കോപ്പിക് പാർഷ്യൽ മീഡിയൽ മാനസെക്ടമി ആണ്, ലെഫ്റ്റ് നീയിലാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി അല്ലേ. 881 എന്താ പറയുന്നത്, വിത്ത് മാനസെക്ടമി മീഡിയൽ ഓർ ലാറ്ററൽ അല്ലേ. നമുക്ക് വേണ്ടത് മീഡിയലാണ് അല്ലേ. അപ്പോൾ ആ കോഡ് എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് കോഡാണ് അല്ലേ. ലെഫ്റ്റ് നീ എന്നുകൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് നീയിൽ തന്നെയാണ് അല്ലേ. അപ്പം 881 അതായത് 29881 എന്ന് പറയുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്ന കറക്റ്റ് കോഡാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ്. ഇനി ഓപ്ഷൻ ബി ഒന്ന് നോക്കിക്കേ, 880 ആണ് വരുന്നത് അല്ലേ. അതിനകത്ത് മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്നാണ് പറയുന്നത്. നമുക്കത് വേണ്ട, മീഡിയൽ മാത്രം മതി അല്ലേ. കൂടെ ലാറ്ററൽ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം 880 എന്ന് പറയുന്നത് റോങ് ആൻസർ ആണ്. അതുപോലെ 882 എന്ന് നോക്കിക്കേ, വിത്ത് മെനിസ്കസ് റിപ്പയർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മെനിസ്കസ് റിപ്പയറിനെ കുറിച്ചൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 29883 ആണ്. അത് മെനിസ്കസ് റിപ്പയർ തന്നെയാണ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്ന് പറയുന്നത്. നമുക്കിവിടെ അതൊന്നും പറയുന്നില്ല. അപ്പം ഒന്നും നോക്കേണ്ട, ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആൻസർ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ കൂടുതലൊന്നും നോക്കാതെ ഓപ്ഷൻ എ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്ത് വിടാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Question number 7. What CPT code would you assign for arthrodesis posterior for spinal deformity with cast for 4 vertebral segments? ഓക്കെ, അപ്പം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ 22819 3 or more segments എന്നാണ് പറയുന്നത്. അതിൻ്റെ നമുക്ക് പാരൻ കോഡ് നോക്കാം. കൈഫെക്ടമി സെഗ്മെൻറ്റ് നോട്ട്, അത് റോങ് ആൻസർ ആണ് അല്ലേ. ഇനി ഓപ്ഷൻ ബി 22810 ദിസ് ഇസ് ഫോർ 4 to 7 വെർട്ടിബിൾ സെഗ്മെൻറ്റ്സ് വരെ വരുന്നുണ്ട്. ആത്രോഡെസിസ് ആൻറ്റീരിയർ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പോസ്റ്റീരിയർ ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പം അതും റോങ് ആണ്. ദെൻ ഓപ്ഷൻ സി 22812 നമുക്ക് ചെക്ക് ചെയ്യാം. അത് 8 or more വെർട്ടിബിൾ സെഗ്മെൻറ്റ്സ് ആണ്, അതും റോങ് ആൻസർ ആണ്. ആൻഡ് അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 22800. ആത്രോഡെസിസ് പോസ്റ്റീരിയർ ഫോർ സ്പൈനൽ ഡിഫോമാറ്റി വിത്ത് ഓർ വിത്തൗട്ട് കാസ്റ്റ് അപ് ടു 6 വെർട്ടിബിൾ സെഗ്മെൻറ്റ്സ്. ഓക്കെ, 6 വെർട്ടിബിൾ സെഗ്മെൻറ്റ്സ് വരെ നമുക്കതിനകത്തോട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 8th question. A 24-year-old patient has a removal of a deep tumor from the face with the tumor size being 2 cm or greater. What are the appropriate CPT code for this procedure? Okay, അപ്പം ഇതിനകത്ത് എന്താ പറയുന്നത്, റിമൂവൽ ഓഫ് എ ഡീപ്പ് ട്യൂമർ അല്ലേ. ഒരു ട്യൂമർ റിമൂവ് ചെയ്തേക്കുകയാണ്, ഡീപ്പായിട്ടുള്ളൊരു ട്യൂമറാണ്, ഫേസിൽ നിന്നുമാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. 2 cm അതിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എന്താണ്, 21013 എക്സിഷൻ ട്യൂമർ സോഫ്റ്റ് ടിഷ്യൂ. എക്സിഷൻ, അതെ, റിമൂവൽ എന്ന് പറയുമ്പം എക്സിഷൻ ആണല്ലോ അല്ലേ. അപ്പം ആ ഒരു കോഡ് നമുക്ക് ഓക്കെ ആണ്. നമുക്ക് എന്നാലും നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ അതിനകത്ത് എന്താ പറയുന്നത്, ലെസ് ദാൻ 2 cm എന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ ബുക്കിൽ കോഡ് എടുത്ത് നോക്കുക കേട്ടോ. അതായത് ലെസ് ദാൻ 2 cm ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, 2 cm or greater ആണ്. സോ റോങ് ആൻസർ. ഓപ്ഷൻ ബി 21015 അത് നമുക്ക് നോക്കിയേ വേണ്ട, റാഡിക്കൽ റിസെക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, അപ്പം നമുക്കത് നോക്കണ്ട. ആൻഡ് ദെൻ ഓപ്ഷൻ സി നോക്കിക്ക് 21014 എന്നാണ്. അതായത് യെസ്, 2 cm or greater അല്ലേ, എക്സിഷൻ ഓഫ് ട്യൂമർ ആണ്, 2 cm or greater ആണ്. നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നതും എന്താണ്, റാഡിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമർ ആണ് കേട്ടോ. അപ്പോൾ രണ്ടും അതായത് ബിയും ഡിയും സെയിം ക്വസ്റ്റ്യൻ ആണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്നും നോക്കാതെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ റോങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വരുന്ന മറ്റുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് അത് വരുന്ന മറ്റുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 21014 ആണ് അല്ലേ. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റിമൂവൽ എന്ന് പറഞ്ഞാലും എക്സിഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെൻറ്റിമീറ്റർ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ആൻസർ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യണേ.